പണ്ടത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ലാപ്രോസ്കോപ്പി ഇപ്പോൾ വ്യാപകമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ്, നല്ല ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം ഉള്ളപ്പോൾ ലാപ്രോസ്കോപ്പി വളരെ സേഫാണ്. പേഷ്യൻസിനാണെങ്കിലും വളരെ വേദന കുറവും ഹോസ്പിറ്റൽ സ്റ്റേ കുറവും പിന്നെ വേറെ ആരും കൂടെ താങ്ങി പിടിക്കേണ്ടയൊന്നും അവസ്ഥ വരാറില്ല. തന്നെത്താനെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പണ്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ജനറൽ സർജറിയേക്കാളും ലാപ്രോസ്കോപ്പി വളരെയധികം ഇമ്പ്രൂവ് ചെയ്ത് വന്നിട്ടുണ്ട്. ആൾക്കാർക്കും അതിനെപ്പറ്റിയുള്ള ഗുണങ്ങൾ അറിയാവുന്നതുകൊണ്ട് അത് തന്നെ ചോദിച്ചാണ് എല്ലാവരും ഓപ്പറേഷന് വരാറ്. കീ ഹോൾ ചെയ്യുമോ ഡോക്ടറെ ചോദിച്ചിട്ടാണ് എല്ലാവരും വരാറ്. ലാപ്രോസ്കോപ്പിയുടെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലാപ്രോസ്കോപ്പിക്ക് ചെയ്യാൻ നമ്മൾ അകത്ത് ചെന്ന് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ചില ഒട്ടലുകളെ പറ്റി അറിയാൻ പറ്റുക. ഇതൊക്കെ സ്കാനിങ്ങിൽ ചിലപ്പോൾ അറിയണമെന്നില്ല. പ്രീവിയസ് എന്തെങ്കിലും അപ്പൻഡിസെക്ടമിയോ അല്ലെങ്കിൽ പ്രീവിയസ് 2-3 സിസേറിയൻസോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ ചില സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡെൻസ് അഡീഷൻസ് ഉണ്ടാവും. ചിലതൊക്കെ ചെറിയ അഡീഷൻസ് ആണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ വളരെ ഡെൻസ് ആയിട്ടുള്ള അഡീഷൻസ് ആകുമ്പോൾ അത് കുടലിനോ അല്ലെങ്കിൽ മൂത്രസഞ്ചിക്കൊക്കെ പ്രോബ്ലം വരാവുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ ലാപ്രോസ്കോപ്പി ഉപേക്ഷിച്ചിട്ട് നോർമൽ ആയിട്ടുള്ള സാധാരണ സിസേറിയൻ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ സാധാരണ ജനറൽ സർജറി ചെയ്യുന്ന പോലെ ചെയ്തു പോകാറുണ്ട്. അപ്പോൾ എപ്പോൾ കൺസെൻ്റ് എടുത്താലും ലാപ്രോസ്കോപ്പിക്ക് കൺസെൻ്റ് എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ജനറൽ സർജറിക്കും കൂടെ ലാപ്രോട്ടോപ്പിക്കും കൂടെ ഉള്ള കൺസെൻ്റ് എടുക്കാറുണ്ട്. ബിക്കോസ് നമുക്ക് നേരത്തെ കൂട്ടി ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല ഏത് പേഷ്യൻ്റിനായിരിക്കും ഒത്തിരി ഒട്ടൽ വരിക എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെയുള്ള ഡിസഡ്വാൻറ്റേജ് ലാപ്രോസ്കോപ്പിയിലുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ കോസ്റ്റിൻ്റെ കാര്യമാണ്. നോർമലി ഒരു ലാപ്രോസ്കോപ്പിക് ഹിസ്റ്റക്ടമിക്ക് ഒരു 60-70 ആ ലെവലിലാണ് കോസ്റ്റ് വരുന്നത്. ഓപ്പൺ സർജറിക്ക് ആകുമ്പോൾ ഒരു 50-ക്കുള്ളിൽ നിൽക്കും. ഇതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. കോസ്റ്റ് ഏകദേശം ഒരു ആവറേജ് കോസ്റ്റ് ഡിഫറൻസ് ഇതാണ്. പക്ഷേങ്കിൽ ഹോസ്പിറ്റൽ സ്റ്റേയും ബാക്കിയുള്ള ബുദ്ധിമുട്ടും ആലോചിച്ച് നോക്കുമ്പോൾ ലാപ്രോസ്കോപ്പിയാണ് കൂടുതലും ആൾക്കാർ ഓപ്റ്റ് ചെയ്യാറ്. ലാപ്രോസ്കോപ്പി ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ഫിസിഷ്യൻ ഫിറ്റ്നസ് എടുക്കാറുണ്ട്, അനസ്തീസിയ പ്രീ അനസ്തെറ്റിക് ഫിറ്റ്നസ് എടുക്കാറുണ്ട്. ഇവരെ കാണിക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ ലാപ്രോസ്കോപ്പി ചെയ്യാൻ ഉള്ള പ്രൊസീജിയർ ടൈമിൽ നമ്മൾ തല താഴ്ത്തി പൊസിഷൻ ചെയ്യാറുണ്ട്. ഈ കുടലെല്ലാം പുറകോട്ട് പോകാൻ വേണ്ടിയിട്ട് തല താഴ്ത്തിയുള്ള പൊസിഷനാണ് കൊടുക്കുന്നത്. അപ്പോൾ കാർഡിയാക് പ്രോബ്ലംസ് ഉള്ളവർക്ക്, അങ്ങനെ ലങ്സിന് പ്രോബ്ലം ഉള്ളവർക്ക്, അങ്ങനെയുള്ളവർക്ക് ലാപ്രോസ്കോപ്പിയുടെ ആ പൊസിഷനിങ് ചിലപ്പോൾ മാനേജ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുപോലെ തന്നെ കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് കടത്തിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ അത് പ്രോബ്ലം ഉണ്ടാവും തോന്നുന്നവർക്ക് നമ്മൾ ലാപ്രോസ്കോപ്പി അഡ്വൈസ് ചെയ്യാറില്ല. അപ്പോൾ ഈ 3 സർജൻ കാണുന്നുണ്ട്, അതുകൂടാതെ ഫിസിഷ്യനും അനസ്തെറ്റിസ്റ്റും കണ്ട് ഇയാൾക്ക് ലാപ്രോസ്കോപ്പി ചെയ്യാൻ ഫിറ്റ് ആണെന്നുള്ളവർക്ക് മാത്രമാണ് നമ്മൾ ലാപ്രോസ്കോപ്പി അഡ്വൈസ് ചെയ്യാറുള്ളൂ.